എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് 40 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ വെച്ച് 40 ലക്ഷം രൂപയും അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരു പാസ്റ്ററെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ആ പാസ്റ്ററുടെ പേരൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ ഇവരുടെയൊക്കെ പേര് പുറത്തോട്ട് വിടുന്നത്? ഇനി കുറേ പേര് വന്നിട്ട് കമൻ്റ് ഇടും, നിങ്ങൾ വേറെ സുവിശേഷം പറഞ്ഞാൽ പോരെ, എന്തിനാ മറ്റുള്ളവരുടെ ഇങ്ങനെ പാസ്റ്റർമാരുടെ പേരൊക്കെ പറയുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഈ കള്ളന്മാരെ അങ്ങ് വലിയ പൊതിഞ്ഞ് പിടിക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കള്ളനെ കള്ള എന്ന് വിളിക്കാൻ തന്നെ എനിക്കിഷ്ടം. കാരണം അവർക്ക് വിശുദ്ധൻ്റെ പദവി കൊടുക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പേര് പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഓക്കെ, അല്ലാതെ പേര് പറയാതെ പൂഴ്ത്തി വെച്ചിട്ട് ഒരുപാട് നല്ല പാസ്റ്റർമാരുണ്ട്. ഇതിനകത്തെ മെയിൻ വിഷയം എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള ഇപ്പോൾ കോട്ടയം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഞാൻ കാണുവാനായിട്ട് ഇടയായത്. അവർക്ക് കോട്ടയത്ത് എന്തോരം പാസ്റ്റർമാരുണ്ട്, കൃപയിൽ നിൽക്കുന്ന പാസ്റ്റർമാരുണ്ട്, വലിയ വലിയ ചർച്ചകളുള്ള പാസ്റ്റർമാരുണ്ട്, നല്ല നല്ല വേല ചെയ്ത് കഷ്ടപ്പെടുന്ന പാസ്റ്റർമാരുണ്ട്. ഒരുപാട് നല്ല പാസ്റ്റർമാർ കോട്ടയത്തുണ്ട്. എനിക്കറിയാം ഒരുപാട് പാസ്റ്റർമാരെ. ഇവരെ മുഴുവൻ അങ്ങ് എങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ്? പ്രതിക്കൂട്ടിനകത്തോട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം എന്താണ്, വിശ്വാസികളുടെ മുൻപിൽ ഇവർക്ക് ചെന്നിട്ട് പറയേണ്ട ഒരു അവസ്ഥ വരുമല്ലേ? അത് ഞങ്ങളല്ല കേട്ടോ, ഞാനല്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് ഇവർക്ക് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ എന്താ പറയുക പുതുപ്പ് തൽക്കാലം ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പേര് പറയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഓർക്കുക, ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന പേര് ഒരു പ്രസാദിൻ്റെയാണ്. ഒരു പാസ്റ്റർ ഹരിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അതിന് ഈ എന്താ പറയുക, ഈ 40 ലക്ഷം പറ്റിച്ച ഹരിപ്രസാദ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, ഞാൻ പറയുന്ന പാസ്റ്റർ ഹരിപ്രസാദും ഒരു പക്ക കള്ളൻ തന്നെയാണ്. ഈ പുള്ളിയും ഇതുപോലെ തന്നെ ചാലക്കുടിയിലുള്ള പാവപ്പെട്ട വിശ്വാസികളെയും അവിടെയുള്ള ദേവദാസന്മാരെയൊക്കെ പറ്റിച്ച് അവിടുന്ന് പൈസയും വാങ്ങി ഇപ്പോൾ കോട്ടയത്തോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കോട്ടയത്തും പുള്ളിയുടെ ജീവിത രീതി എന്താണെന്ന് വെച്ചാൽ ആർഭാട ജീവിതമാണ്. 2 നില വീട്ടിലേ താമസിക്കൂ, നല്ല ഇനോവ കാറിലെ സഞ്ചരിക്കൂ, ഇതുപോലെ നല്ല വെൽ ആയിട്ടുള്ള ഡ്രസ്സുകളെ, നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളെ ധരിക്കൂ. ഇതൊക്കെയാണ് ഈ ഹരിപ്രസാദിൻ്റെ ഹോബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി, ഞാൻ ഒരു വീഡിയോ കണ്ടു. അത് ഈ ഹരിപ്രസാദാണ്, ഏത് ഹരിപ്രസാദാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിടുന്നില്ല. എന്തായാലും ഞാൻ പറയുന്ന പാസ്റ്റർ ഹരിപ്രസാദും നല്ല പക്ക കള്ളൻ തന്നെയാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ആ പേര് പുറത്തോട്ട് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഹരിപ്രസാദ് ആണ് എങ്കിൽ ഈ ഹരിപ്രസാദ് ഒരു സംഘടനയോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയോടോ അല്ലെങ്കിൽ IPC പ്രസ്ഥാനത്തോടോ AGയോടോ ഷാരോണിനോടോ ഒന്നും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഹരിപ്രസാദ് അല്ല. പുള്ളിക്ക് സ്വന്തമായ ഒരു പുള്ളി തന്നെ സ്വന്തമായിട്ട് ഫൗണ്ടറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സഭയാണ്. അപ്പോൾ അതിൻ്റെ സഭയെന്നല്ല, അതെന്താണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇദ്ദേഹം എന്ത് നടത്തുന്നത്, സഭ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിയാണ് ഒരുപാട് പേരെ പറ്റിച്ചെടുത്ത ഒരു പാസ്റ്ററാണ് ഈ ഹരിപ്രസാദ് എന്ന് പറയുന്ന പുള്ളി. ഓക്കെ, അതിൻ്റെ ഒരു അടുത്ത ഒരു വിശദാംശങ്ങളുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് ഈ പുള്ളിയുടെ ചർച്ചിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നു. എന്ന് വെച്ചാൽ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആ ചർച്ചിനകത്ത് നിന്നും അവർ എന്താ പറയുക, അവർ വചനം പറയുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാനായിട്ടിടയായി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ എന്താ പറയുക തലമണ്ട അടിച്ച് പൊട്ടിക്കണമെന്നേ പറയത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, അതുങ്ങളെയൊക്കെ പേരൻസ് എന്തിനാണ് അങ്ങോട്ട് വിടുന്നത്? പേരൻസിനോടൊന്നും കരുണ തോന്നിയിട്ടല്ല. കാരണം പേരൻസൊക്കെ അന്വേഷിക്കണം. ഏതെങ്കിലും ഒരുത്തൻ കൂണ് പോലെ ഒരു സഭ ഉണ്ടാക്കിയാൽ ഒട്ടനെ അങ്ങോട്ടെല്ലാം കൂടി ഊത്ത പോലെ പുറകെ പോകരുത്. അവരെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ഏത് അത്ഭുത പ്രവർത്തകൻ്റെ സഭയിലോട്ടും പോകാവുള്ളൂ എന്നൊരു മുന്നറിയിപ്പും കൂടെ ഞാൻ തരികയാണ്. അത് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. കാരണം എന്താണെന്നറിയാമോ, എല്ലാവരും ഇന്ന് പ്രവചനം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വേണം ഇപ്പം നിമിഷ പ്രവാചകയാകാം. എങ്ങനെയാണെന്നറിയാമോ? ഒന്നും വേണ്ട. നമ്മൾക്കറിയാം പെന്തക്കോസ്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവൻ, ഒട്ടുമിക്ക ആൾക്കാരും ഒരു 95% കഷ്ടങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, എന്താ പറയുക, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞുതരാം, ഒരു സാമ്പിൾ പ്രവചനം ഞാൻ പറഞ്ഞുതരാം. സഹോദര, സഹോദരി, നീ കടന്നു വന്ന വഴികൾ, നീ അനുഭവിച്ച ദുഃഖം, നിന്റെ വേവലാതികൾ, നീ ഒഴുക്കിയ കണ്ണുനീര് മറ്റാരും കണ്ടില്ലെങ്കിലും അത് ദൈവം കണ്ടിട്ടുണ്ട്. നീ തലയണയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞത് ദൈവം കണ്ടിട്ടുണ്ട്. നിന്നെ രോഗിയാക്കുവാൻ പലതവണ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. നിന്നെ നീ സാമ്പത്തികമായ പല ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ വഴികളെയെല്ലാം മാറ്റി നിനക്ക് പുതുവഴികളെ തുറക്കുവാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം ശക്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
ബുദ്ധിമുട്ടില്ല. നമ്മൾക്ക് കള്ളപ്രവചനങ്ങൾ പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബുദ്ധിമുട്ടുണ്ട് എവിടെയാ? ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച് ദൈവാത്മാവിൽ പ്രവചിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റിയ പാത്രങ്ങളിൽ മാത്രമേ ദൈവം ആ ഒരു കൃപ പകരത്തുള്ളൂ. അത് വേറെയാ. അല്ലാതെ ഇപ്പോൾ ഒരു പ്രവാചകനോ ഒരു പ്രവാചകയോ എഴുന്നേക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് ഫ്യൂച്ചർ പറയാൻ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം. കഴിഞ്ഞ കാലങ്ങൾ പറയാൻ ഇച്ചിരി പാടുപെടും. അതെന്താണ്? പക്ഷേ ഈ പറഞ്ഞതൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളൊക്കെ കഷ്ടത്തിലൂടെ ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോയവരാ. അങ്ങനെയല്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ? ഇല്ല. ഇനി സഹോദരനോട് പറയണം, എൻ്റെ പൊന്ന സഹോദരി സഹോദര, നിങ്ങൾ അനുഭവിച്ച ദുഃഖം, നിങ്ങൾ അനുഭവിച്ച കണ്ണുനീര് മറ്റാരും കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവം അത് കണ്ടിട്ടുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീര് എൻ്റെ ദൈവം തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊരു സാധാരണക്കാരനും കരഞ്ഞു പോകും. സത്യമാണോ ഞാൻ പറയണേ? ഈ ദൂത് കേട്ടാൽ ഏതൊരു സാധാരണക്കാരനും കരഞ്ഞു പോകും. ഇതൊന്നും കേട്ടിട്ട് നമ്മൾ വീഴരുത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നോക്കി പ്രവചിക്കുമ്പോൾ ആദ്യം അവനിലെ കുറവുകളും കൂടി ഒന്ന് പറയും കേട്ടോ. നമ്മളുടെ കുറവുകൾ തിരുത്തേണ്ടത് പറഞ്ഞു തരും. കാരണം ദൈവം ആരാണ്? നമ്മളുടെ പിതാവും കൂടിയാണ്. ഒരു പിതാവിൻ്റെ കടമ എന്താണ്? മക്കളിലെ കുറവുകളെ തിരുത്തും, അല്ലേ? അതാണ് ഒരു അപ്പൻ. അതുകൊണ്ട് നമ്മളുടെ അപ്പൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവ്, നമ്മളോട് കരുണയുള്ള ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളുടെ കുറവുകളെയും പറഞ്ഞു തരും, ഒപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. അത് തന്നെയാണ് ഒരു യഥാർത്ഥ പ്രവാചകനിലൂടെ സംഭവിക്കുന്നത്. അല്ലാതെ കുറേ ഫ്യൂച്ചറുകൾ മാത്രം പറയുവാൻ, അല്ലെങ്കിൽ കുറേ എന്താ പറയുക, നിന്നെ ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ പോവുകയാണെന്നൊക്കെ പറയുവാൻ ആർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ചുമ്മാ കള്ളപ്രവചനങ്ങൾ പറഞ്ഞ് എത്രയോ പിള്ളേരുടെ ഭാവി നശിച്ചിരിക്കുന്നു, അല്ലേ? പിള്ളേരോട് പറയും ചുമ്മാ അത്രയെന്ന് വെച്ചാൽ ഒരു MBBS ഒക്കെ പഠിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരൂടെ ഒരു ബുദ്ധിയൊക്കെ വേണം. അതില്ലാത്തതിനോട് പറയും അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരിക്കും. എന്നിട്ട് അതിനോട് പറയും നീ ഒരു സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഞാൻ കാണുന്നെന്ന് പറയും. അവസാനം ചേർന്ന കോഴ്സ് ക്യാൻസൽ ചെയ്തിട്ട് കൊച്ചെങ്ങോട്ട് പോകും? MBBS പഠിക്കാൻ പോകും. പിന്നെ സപ്ലി എഴുതി 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 അതിൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം കാലഘട്ടം അവിടെ കൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനമൊക്കെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ഈ യൂട്യൂബ് തുറന്നു വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മെസ്സേജുകൾ കിട്ടും. കുറച്ച് മെസ്സേജുകളൊക്കെ അങ്ങ് കുഴച്ചെടുത്ത് നമുക്കൊരു പാസ്റ്ററാകാനോ അല്ലെങ്കിൽ ഒരു പ്രവാചകയാകാനോ പ്രവാചകനാകാനോ ഒന്നും ഇതിന് മാത്രം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് വേണ്ടുന്നത് അതാണോ? അല്ല. നമ്മൾക്ക് വേണ്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും പ്രവാചികമാരെയും നമുക്ക് വേണ്ടുന്നത് അതാണ്. ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ അരുളപ്പാടുകളും. അല്ലാത്തവന്മാരുടെ ഒന്നും പുറകെ പോകരുത്. ഇത് ഞാൻ പറയുവാൻ കാരണം എന്താണ്? കൂണ് പോലെ അവിടെ ഇവിടെ എല്ലാം ഇന്ന് സഭകളും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. എവിടെ നോക്കിയാലും ഇന്ന് സഭകളിലും മുട്ടിന് സഭകളാണ്. അവിടെയൊക്കെ ചുമ്മാ പോയിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോവുകയാണ്. ഈ സഭയിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോകും, ആ സഭയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് പോകും. എല്ലാം എവിടെയെങ്കിലുമൊക്കെ എവിടെ എന്ന് തുടങ്ങിയാലും എന്തുണ്ട്? നമ്മുടെ ഈ എന്താ പറയുക, ഈ വഴിയോര കച്ചവടക്കാർ നടത്തുന്നില്ലേ ഈ എന്താ പറയുക പെട്ടിക്കടകളിൽ ചായയും കടിയാണെങ്കിൽ നമ്മൾക്ക് മലയാളികൾക്ക് എന്താ പറയുക വഴിയോരത്ത് നടത്തുന്ന ഭക്ഷണ സാധനങ്ങളോട് ഭയങ്കര താല്പര്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് ഏത് കട തുടങ്ങിയാലും ഒരു സ്പോട്ട്, നല്ലൊരു സ്പോട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആൾക്കാർ ഇങ്ങനെ തമ്പടിച്ചു വിടും. അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, ഈ ഉണ്ടാക്കുന്നവന് കൈ കഴുകിയോ എന്ന് നോക്കിയാൽ, അവൻ ഇവിടുന്ന് വെള്ളം എടുക്കുന്നതെന്ന് നോക്കിയാലും, കുടിച്ച ചായപാത്രം കഴുകുന്നുണ്ടോ എന്ന് നോക്കിയാലും, ചായ ഗ്ലാസ് കഴുകുന്നുണ്ടോ എന്ന് നോക്കിയാലും, നമ്മൾ പെട്ടിക്കടയിലെ ഫുഡിനോട് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡിനോട് നമ്മൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ശരിയാണ്, ടേസ്റ്റ് കൂടും. കാരണം അതിനകത്ത് വൃത്തിയില്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചായക്കട ഉണ്ടായിരുന്നു, ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിലെ മസാല ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും അവിടെ പോയി മസാല ദോശയോട് കഴിയുക. ആ ഒരു ടൗണിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മസാല ദോശ കഴിക്കാതെ ആരും വരികയില്ല. പിന്നെയാണ് അവിടുത്തെ ഈ തിരക്ക് കണ്ടപ്പോൾ എന്തായാലും അവിടുന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? അവരുടെ കിണറിലെ വെള്ളത്തിനകത്തോട്ട് ആണ് എന്ത് വീഴുന്നത്? ഇവരുടെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വെള്ളം വീഴുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതായിരുന്നു അതിൻ്റെ ടേസ്റ്റിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് പോലെ ഈ സ്ട്രീറ്റ് ഫുഡുകളിലെല്ലാം ഒന്നും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒട്ടുമിക്കതും വൃത്തിയില്ല. പല അതിനകത്തും എന്താണ് ഈ ബംഗാളികൾ ഇങ്ങനെ അവന്മാർ തോന്നുന്ന പോലെ മുറുക്കാനും തുപ്പി അതും തുപ്പി കുറേ അവരുടെ തുപ്പിലും തെറിച്ചിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും മേടിച്ചത്. പിന്നെ വലിയ ഹോട്ടലുകളിലും കിച്ചണിലോട്ട് പോകാത്തതായിരിക്കും ഭേദം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ളിടത്തോട്ടാണ് എങ്ങോട്ട് ആൾ കൂടുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ന് പെന്തക്കോസ്ത സഭകളിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ രാജാവ്, ഞാൻ ഉണ്ടാക്കിയ സഭ, ഞാൻ രാജാവ്, ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യുന്നു. ഇതാണ് ഇന്ന് മിക്ക
ഒക്കെ എന്താണ് ഈ കൂണ് പോലെ മുളച്ചു പോകുന്ന സഭകളുടെ പിന്നിലുള്ളത് കാരണം. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? പാസ്റ്റർമാർക്ക് കൊടുത്താൽ എന്താണ്? കുറഞ്ഞു പോകത്തില്ല, അത് കൂടി 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 വരത്തേയുള്ളൂ. ഓർക്കുക, ഞാൻ അറിഞ്ഞ ദൈവം എന്ന് പറയുന്നത് അനാവശ്യമായി ചുമ്മാ നമ്മുടെ കയ്യിലോട്ട് സമ്പത്ത് തരുന്ന ദൈവമല്ല. എന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എന്താ പറയുക, മുട്ടില്ലാതെ നമ്മളെ പോറ്റുന്ന ഒരു ദൈവം, ഒരാളുടെ മുൻപിൽ കരം നീട്ടാതെ നമ്മളെ നയിക്കുന്ന ദൈവം, നമ്മൾ നേരോടെ ആണെങ്കിൽ നമ്മളെ അങ്ങനെ നടത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. അല്ലാതെ എനിക്ക് 500 രൂപയുടെ ആവശ്യമുള്ളപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് 5 ലക്ഷം ഇടുന്ന ഒരു ദൈവത്തെ ഇന്ന് വരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അത്യാവശ്യം നമ്മൾക്ക് തരും. അത് പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾക്ക് ചുമ്മാ തരുന്ന പൈസകളും നമ്മളുടെ ആവശ്യങ്ങൾക്കേ തരത്തുള്ളൂ. ഇനി അതല്ലാതെ നമ്മൾ ജോലി എടുത്തു കഴിയുമ്പോൾ കുറച്ച് സ്വല്പമൊക്കെ നമ്മൾക്ക് എന്തുണ്ടാകും? ഒരു സേവിങ്സുകളൊക്കെ ഉണ്ടാകും. ഇനി അതല്ലാതെ ഞാൻ പറയുന്നത്, നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഇന്നൊരു 10,000 റുപ്പീസ് ആവശ്യമുണ്ട്, നമ്മളുടെ കയ്യിലില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ആരിലൂടെയെങ്കിലും ഒരുക്കി തരും. അവിടെ കറക്റ്റ് 10,000 ഒരുക്കി തരത്തുള്ളൂ, അല്ലാതെ അതിനകത്ത് 10 ലക്ഷം ഒരുക്കി തരത്തില്ല. കാരണം അപ്പൻ മക്കൾക്ക് തരുന്നതിന് കറക്റ്റ് എന്തുണ്ട്? കണക്കുണ്ട്. അത് അക്കൗണ്ടബിലിറ്റി, കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആർഭാടത്തിന് പൈസ തരുന്ന അപ്പനല്ല നമ്മളുടെ ദൈവം. നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ, ഈ ഹരിപ്രസാദിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഹരിപ്രസാദ് ഈ പൈസ മുഴുവൻ മേടിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? പുള്ളി ആർഭാട ജീവിതം നയിക്കുകയാണ്. ആ പുള്ളിക്ക് കെട്ടിയോളും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് ഈ പുള്ളി വെക്കുന്ന ശാപമൊന്ന് ഓർത്ത് നോക്കിക്കും. ആ കുഞ്ഞുങ്ങളൊക്കെ ഗതി പിടിക്കുന്ന സിറ്റുവേഷനിലോട്ടായി പോകുമോ? എത്ര ആലോചിക്കണ്ടേ. ഇനി അതും അവിടെ നിൽക്കട്ടെ. വേറൊരു അങ്കിൾ തന്നെ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതിന് ഇന്നലെ എന്നോടും ഇന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്ത് പറയാൻ, ഞാൻ ശ്രദ്ധിക്കാം. പക്ഷേ എന്താ പറയുക, നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അങ്ങ് വന്നു പോവുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഓർക്കുക, നമ്മൾ നേരായ വഴിയിലൂടെ മാത്രമേ നമ്മൾ എന്തുണ്ടാക്കാവുള്ളൂ? നമ്മൾ പൈസ ഉണ്ടാക്കാവുള്ളൂ. നേരോടെ അല്ല നമ്മൾ പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ ഓർക്കുക, നമ്മൾ വേറൊരാളെ പറ്റിച്ചാൽ നമ്മളെ വേറൊരുത്തർ പറ്റിക്കും. യാതൊരു സംശയവുമില്ല അതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പൈസയൊക്കെ നഷ്ടപ്പെട്ടവരൊന്ന് ആലോചിക്കണം. നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് അവർക്ക് പൈസ കൊടുത്തത്? ഒരുത്തനൊരു DD കാണിക്കുമ്പോൾ, ഇനി സെൻട്രൽ ഗവൺമെൻറ് ഉള്ളത് മുഴുവൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു വെച്ചാൽ വിദേശ ഫണ്ടുകളൊന്നും ഇങ്ങോട്ട് അങ്ങനെ എന്താ പറയുക ഈ ഇതിൻ്റെ പേരിൽ വരരുത് എന്നുള്ളതൊക്കെ സ്റ്റോപ്പ് ചെയ്തെന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഇവർക്ക് എവിടുന്നാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുകയാണ് പൈസ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്? ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അത്യാവശ്യം TV ഒക്കെ കാണണം. TV എന്ന് ഞാൻ പറയുന്നത് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. ഓക്കെ, പേപ്പർ നമ്മൾ വായിക്കണം, അത്യാവശ്യം ന്യൂസുകളൊക്കെ നമ്മൾ വായിക്കണം. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് പുതിയതായിട്ട് വന്ന നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലാതെ 24 മണിക്കൂറും ബൈബിളും പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നത് മാത്രമല്ല ഒരു വിശ്വാസിയുടെ ജീവിതം എന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക. ബന്ധുക്കളുടെ വീടുകളിൽ TV ഒന്നുമില്ല, ഓക്കെ ഫൈൻ, നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് ന്യൂസ് അറിയാൻ ഒരു ന്യൂസ് പേപ്പറെങ്കിലും നമ്മൾ മേടിക്കണ്ടേ? ഇന്ന് ന്യൂസ് പേപ്പറുകളും ഒക്കെ തുറന്നാൽ നമ്മളുടെ സമാധാനം കെടും. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. ഈ അറിവൊന്നുമില്ലാതെ ഈ കിണറ്റിലെ തവളകളായിട്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കുരുക്കുകളിലൊക്കെ ചെന്ന് ചാടുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി 40 ലക്ഷം രൂപയും 60 ലക്ഷം രൂപയൊക്കെ ഒരുത്തൻ്റെ കയ്യിലോട്ട് ചുമ്മാ ഒരു രേഖയുമില്ലാതെ എടുത്തു കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പുള്ളിയുടെ കയ്യിലോട്ട് ഇതുപോലെ ഒരു മനുഷ്യൻ വിദേശത്ത് UK ഒരു പുള്ളി അതാണ് 40-45 ലക്ഷം രൂപ കൊടുത്തു. പുള്ളി റിയൽ എസ്റ്റേറ്റിൽ ഇടാൻ വേണ്ടി കൊടുത്തതാണ്. ശരിയാ, മറ്റേ പാസ്റ്റർ റിയൽ എസ്റ്റേറ്റിലിട്ടു. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഇട്ടിട്ട് പുള്ളി സ്ഥലം മേടിച്ചത് പുള്ളിയുടെ പേരിലാണ് മേടിച്ചത്, പൈസ കൊടുത്തവൻ്റെ പേരിലല്ല മേടിച്ചത്. പിന്നെ അവസാനം അത് ആ പുള്ളിക്ക് തിരിച്ചു കിട്ടുമോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതിപ്പോൾ സ്റ്റിൽ പെൻഡിങ് ആണ് ആ കേസൊക്കെ. ഓർക്കുക, നമ്മൾ എന്തിനാണ് ഇങ്ങനെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ പൈസ നഷ്ടപ്പെടുന്ന വല്ല പാസ്റ്റർമാർക്കും ഒക്കെ ഇവനെ ഒന്നും പാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഒരുപാട് നല്ല നല്ല പാസ്റ്റർമാരുണ്ട്. ഇവനെയൊക്കെ വിളിക്കേണ്ടത് കള്ളൻ എന്നാണ്. ഇതുപോലെയുള്ള കള്ളന്മാരുടെ കയ്യിലോട്ട് ഇതുപോലെ ചുമ്മാ കൊണ്ടുവന്ന് അവനൊരു ബൈബിളും പിടിച്ചുകൊണ്ട് വന്ന് 2 കള്ളപ്രവചനവും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പാസ്റ്ററാണെന്ന് വിചാരിച്ച് ഇവൻ്റെയൊക്കെ കയ്യിലോട്ട് പൈസ കൊടുക്കും. ഈ പുള്ളികൾ ഈ കൊടുക്കുന്നുണ്ടല്ലോ 40 ലക്ഷം 60 ലക്ഷം 85 ലക്ഷം 100 ലക്ഷം കൊടുക്കുന്നവൻ സ്വന്തം വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് കണ്ണുനീരും കയ്യുമായിട്ട് ജീവിക്കുന്നതിനൊരു 5 പൈസ കൊടുത്ത് സഹായിക്കില്ല. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, കുറേ പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 5 പൈസ കൊടുത്ത് സഹായിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനിട്ട് ആ വീഡിയോയുടെ അടിയിൽ ഒരു സഹോദരൻ വന്നിട്ട് കമൻറ്റ് ചെയ്തു. ആ സഹോദരൻ എഴുതിയത് ആ പുള്ളിക്ക് അറിയാവുന്ന ഒരു പാവപ്പെട്ട വിശ്വാസി US പോയി, അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ അമേരിക്കയ്ക്ക് പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടിലുണ്ടായിരുന്ന വീടും സ്ഥലവും നോക്കാൻ വേണ്ടി ഒരു പാസ്റ്ററിനെ ഏൽപ്പിച്ചു പോലും. അവസാനം ഇപ്പോൾ പാസ്റ്റർ അതിനകത്ത് കുടിയേറി പാർത്തിരിക്കുകയാണെന്ന്.
എന്നുവെച്ചാൽ പാസ്റ്റർ അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇവരുടെ അടുത്ത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ എന്താ പറയുക ഗുണ്ടാപരമൊക്കെ ആയിട്ട് അതിൻ്റെ യഥാർത്ഥ ഓണറായിരിക്കുന്ന വിശ്വാസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ വഴിയെ കൂടെ പോകുന്ന പാച്ചറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരുടെ കയ്യിലോട്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ലേ? വിശ്വാസികളല്ലെങ്കിൽ പോലും നിങ്ങളുടെ ചോരയിൽ പിറന്നവരില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവരില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാരില്ലേ? ഇവരെയൊക്കെ വെറുക്കാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഏത് വചനത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അവരെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരായിരുന്നു എങ്കിൽ പിന്നെ ഇത്രയും വലിയ ചതി നിങ്ങൾക്ക് പറ്റുമായിരുന്നോ? ഇത് പാസ്റ്ററും സഭയുടെ സ്വത്ത് നോക്കട്ടെന്നേ. വിശ്വാസിയുടെ വീട് നോക്കാൻ പോകുന്നവനൊക്കെ പാസ്റ്ററാണോ? അവനെയൊക്കെ പാസ്റ്ററെന്ന് വിളിക്കാൻ പറ്റുമോ? എന്നിട്ട് അങ്ങനെയുള്ളവന്മാരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് ഒറ്റ വാക്കേ ഇതിനൊക്കെ പറയാനുള്ളൂ, അനുഭവിച്ചു, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധി ഉപയോഗിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഇതൊക്കെ അനുഭവിക്കുകയല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ പേര് ഓർമ്മയിൽ വെക്കുക, ഒരു ഹരിപ്രസാദ്. ഇവൻ്റെ പേര് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, പാസ്റ്റർ ഹരിപ്രസാദ്. ഇനി അവൻ്റെ മുൻപിൽ എൻ്റെ അന്വേഷണത്തിൽ അവൻ്റെ മുൻപിൽ കുറച്ച് പേരുകളും കൂടിയുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഒരു പാസ്റ്റർ ഹരിപ്രസാദ് എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചു. അവൻ നിങ്ങളുടെ അടുത്തോട്ട്, വേറെ ഹരിപ്രസാദ്, നല്ല ഹരിപ്രസാദ് പാസ്റ്റർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളല്ലെന്നൊന്ന് പറഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഹരിപ്രസാദ് ഒരു പെരുങ്കള്ളനാണ്. അവൻ ചാലക്കുടിയിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തും ഇപ്പോൾ വന്ന് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹരിപ്രസാദിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക. അവനെ പാച്ചറെന്ന് വിളിക്കാൻ പോകരുത്. അവൻ്റെ ഒന്ന് തലയിൽ കൊണ്ടുവന്ന് അവൻ്റെ ഒന്നും കൈ വെപ്പിക്കരുത്. തലയിൽ കൊണ്ടുവന്ന് അവൻ്റെ ഒന്നും കൈ വെപ്പിക്കരുത്. കാരണം എന്താണെന്നറിയാവോ? അവനിലെ ദുരാത്മാവ് മുഴുവൻ നിങ്ങളുടെ മേത്തോട്ട് കയറും. പിന്നെ അതിനെ അഴിക്കാൻ അടുത്ത പാസ്റ്ററെ തേടി ഓടേണ്ടി വരും. അങ്ങനെ കുറേ പറ്റലുകൾ നമ്മുടെ വിശ്വാസഗോളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം കൃപയില്ലാത്ത ദുരാത്മാവ് പിടിച്ചവരെല്ലാം വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു കുഴപ്പമില്ലാത്ത വിശ്വാസികളുടെ തലയിലോട്ടങ്ങ് കൊണ്ടുവന്ന് കൈവെക്കും. അവസാനം ഇവൻ്റെ ദേഹത്തുള്ള ദുരാത്മാവ് മുഴുവൻ വിശ്വാസിയുടെ ദേഹത്ത് കയറും. എന്നിട്ട് ഇതിനെ അഴിക്കാൻ പിന്നെ അവർ പെടാപ്പാട് വിട്ട് ഓടേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ പേര് ഓർമ്മയിൽ വെക്കുക, ഹരിപ്രസാദ്. ഇങ്ങനെ ഒരു ഹരിപ്രസാദ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പുള്ളി എവിടെയാണ്, എന്താണ് ചരിത്രം, എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ടേ പോകാവുള്ളൂ. ഇനി നമ്മളൊരു പുതിയതായിട്ടൊരു സഭയിലോട്ട് പോകുമ്പോൾ ഏത് സഭയാണെങ്കിലും അത് അന്വേഷിച്ച് എത്ര വർഷമായി അവിടെയുള്ള വിശ്വാസികളോടൊക്കെ ഒരു വിശ്വാസിയോടല്ല, ഒരു 5-6 വിശ്വാസികളോടൊക്കെ ഒന്ന് അന്വേഷിച്ച് പെറുക്കി എല്ലാം ഒന്ന് സെറ്റപ്പായിട്ട് അതിലെല്ലാം ഉപരിയായിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ പുതിയ സഭകളിലോട്ട് നമ്മൾ പോകാവുള്ളൂ എന്നൊരു എളിയ റിക്വസ്റ്റും കൂടി ഞാൻ വെക്കുകയാണ്. ഇല്ല എങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വല്ലവരും കൊണ്ടത് പുട്ടടിക്കും. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ വഴിയാധാരമാകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അവിടെ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദൈവം ചോദിക്കും, ഞാൻ നിന്നോട് പറഞ്ഞു എന്നൊരു തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നേരായ രീതിയിൽ സമ്പാദിക്കുക, നേരായ രീതിയിൽ ചെലവഴിക്കുക. അല്ലാത്തതൊന്നും നമ്മൾക്ക് വേണ്ടെന്നേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടെന്നേ, നമ്മളുടെ കുടുംബത്തിലോട്ട് വേണ്ടെന്നേ. ദൈവികതമല്ലാത്ത ഒരു രൂപ നമ്മളുടെ കരത്തിലോട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് വീണ ഒരു രൂപ നമ്മളുടെ കരത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഗുണം ചെയ്യത്തില്ല, നമ്മളുടെ കുടുംബത്തിന് ഗുണം ചെയ്യത്തില്ല. അത് ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കള്ളന്മാർ അപഹരിച്ചു കൊണ്ട് പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.